തട്ടുകട സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഭയങ്കര സന്തോഷത്തിലെ കാലത്ത് മുതൽ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഈ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് ആദ്യം തന്നെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നല്ല കാടമുട്ട മുളകിട്ടതാണ് വന്നത്. നല്ല അടിപൊളിയാണ് കാണാനൊക്കെ. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂരിയായിരുന്നു. നല്ല മൊരിഞ്ഞ പൂരിയും കുറച്ച് കറിയും. പിന്നെ നമ്മൾ വന്നത് കപ്പയും ബീഫുമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. കാണുമ്പോൾ തന്നെ വായന്ന് ഇങ്ങനെ വെള്ളം വരിക. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ കപ്പയും ബീഫും അതുപോലെ പൂരിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, എൻ്റെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എൻ്റെ ജീവനായിട്ട് മാറിയൊരു സാധനമാണ് ലിവർ. അധികം എരിവില്ല. എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അവരുണ്ടാക്കിയ പോലെയാണ് എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കപ്പയും ബീഫും പിന്നെ പറയാനില്ല, എരിവൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ആദ്യം തന്നെ ഞാനത് കഴിക്കാൻ വന്ന കാരണം ഞാൻ ഫസ്റ്റ് തന്നെ കപ്പയും ബീഫാണ് എടുത്തത്. അങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. ചൂടിൻ്റെ കൂടെ നല്ല ചൂടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല എരിവുണ്ടാവും ഗൈസ്. എരിവില്ലെങ്കിലും കുറച്ച് എരിവ് കൊടുക്കും. അതിനുള്ള എരിവ് തന്നെ ഉള്ളൂ. പക്ഷേ എനിക്കധികം എരിവ് ഇഷ്ടമല്ലാത്ത കാരണം പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അതിൻ്റെ തൊട്ടടുത്ത് നമ്മളുടെ ലിവർ ഇരിക്കണ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാനതെടുത്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വായിലിങ്ങനെ വെച്ചതും എനിക്ക് പോരാ, ഇനിയും കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്, നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ അത് മൊത്തം കഴിച്ചത് ഞാൻ തന്നെയാണ്. എനിക്ക് വീണ്ടും വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വയർ ഫുള്ളായ കാരണം എനിക്കിങ്ങനെ കുറേ അങ്ങനെ കാണണം. കഴിക്കൊന്നുമില്ല അധികം. പക്ഷേ ഞാൻ ലിവർ ഫുള്ളും ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം അതവിടെ വെച്ചിട്ട് ഞാൻ വീണ്ടും കപ്പയും ബീഫ്, എനിക്ക് മനസ്സില്ല അതവിടെ വെക്കാൻ. വീണ്ടും ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കപ്പയും ബീഫ് ഉള്ളത് കാരണം ഞാൻ വീണ്ടും അത് കഴിച്ചുകൊണ്ടിരിക്കാം. അടിപൊളിയായിരുന്നു. നല്ല ചൂടുണ്ടായ കാരണമാണ് കുറച്ച് ഇങ്ങനെ തൊട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണം. ചൂടിനെങ്കിൽ അതെപ്പോഴേ വായിലായിട്ടുണ്ടാവും. അങ്ങനെ പതുക്കെ ഞാൻ അതിങ്ങനെ ഊതി കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള നമ്മളുടെ പൂരി നല്ല മുരുമുരാന്ന് പറയണ പൂരിയായിരുന്നു. പൂരിയും അതുപോലെ ലിവറും. പൂരിൻ്റെ കൂടെ വേറൊരു കറി ഉണ്ട്. പൂരിൻ്റെ കൂടെ വേറെ കറിയുണ്ട്. അങ്ങനെ ലിവറാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ പൂരി ലിവർ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന. അങ്ങനെ പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച കാടമുട്ട ഉണ്ടല്ലോ, അതാണ് പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാടമുട്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. സെയിം ആയിട്ടുള്ളൊരു ടേസ്റ്റൊന്നും എനിക്ക് വ്യത്യാസം തോന്നുന്നില്ല. പക്ഷേ എനിക്ക് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കട്ടൻ കഴിച്ചു ഗൈസ്. അപ്പോൾ ഒരു വയറ് നല്ല സുഖമായിട്ടിരുന്നു. നല്ല സൂപ്പറായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വയറ് നല്ല ഫുള്ളായിട്ട് അതിൻ്റെ മേലൊരു കട്ടൻ അടിപൊളി വൈബായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ കഴിച്ച ഒരു സാധനമാണ് ഈ ഒരു കേക്ക്. ഈ ഒരു കേക്കിന് അധികം റേറ്റൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഒരു 3 വാങ്ങിച്ചു. ഒരു ചോക്ലേറ്റിൻ്റെതാണ്. അതിൻ്റെ ഫ്രണ്ടത്തെ ഒരു ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം വായന്ന് ഇങ്ങനെ വെള്ളം വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ആ ചോക്ലേറ്റ് പറയുമ്പോൾ എൻ്റെ ജീവനായ സാധനമാണ് ചോക്ലേറ്റ്. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ആക്കണ കാണിക്കുന്നത് ഞാൻ പറയുന്നത്. അത് അടിപൊളിയാണ്. 20 രൂപ അങ്ങനത്തെയൊക്കെ ഉള്ളൂ, കുറഞ്ഞ പൈസ ഉള്ളൂ ഗൈസ്. അടിപൊളി ടേസ്റ്റാണ്. ഫുൾ ചോക്ലേറ്റ്. അത് കഴിക്കുമ്പോൾ ആ കട്ടൻ ചായയും ആ ഒരു ചോക്ലേറ്റും അടിപൊളി നല്ല ഒരു വൈബാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേക്കും. ബൈ ഗൈസ്.